Now, ഇതാ മോമുക കോഴി മുറിച്ചുകൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയായി. ആക്ച്വലി ഇത് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട റിജീഷ് രാജനാണ്. സത്യം അദ്ദേഹത്തിന്റെ കൈപുണ്യമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു 4 മണിയാവുമായിരുന്നു മിനിമം ബിരിയാണി വെച്ച് വരുമ്പോഴെങ്കിൽ. ഇനി മോമുക ഇതിൽ എന്തൊക്കെയാണ് മോമുക പരട്ടിയിട്ട് ഞങ്ങൾ ഇത് പൊരിക്കാനാണ് പോകുന്നത്. എന്തൊക്കെയാണ് മസാല ഇടാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഈ പാത്രത്തിനകത്ത് മസാല ചേർക്കുന്നതാണ്. ആയിക്കോട്ടെ. എന്താണ് മസാല? എന്തൊക്കെയാണ് താങ്കളുടെ രഹസ്യമായ കൂട്ടുകൾ? രഹസ്യ കൂട്ടുന്നില്ല, അതുകൊണ്ടാണ്. വെളുത്തുള്ളി ചതച്ചത് കാണിക്കാൻ പറ്റത്തില്ല. അല്ല, പിന്നെ പച്ചമുളക് ഇല്ല, അത് അപ്പൊ അതില്ല. പച്ചമുളക്. പിന്നീട് ഈ സാധനത്തിന് നമ്മള് ഇങ്ങോട്ട് കൊട്ടെ. ദിസ് ഈസ് നോൺ ആസ് എ ഫ്രഷ് ചിക്കൻ. 2 മാസം മുന്നേ. ഇനി ഞങ്ങൾ സ്വല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കുരുമുളക് പൊടിയല്ല, മുളക് പൊടി. എത്ര കണ്ടില്ലേ? ടീസ്പൂൺ? എത്ര ടീസ്പൂൺ? ടീസ്പൂൺ 1 പോരെ? 2 ടേബിൾ, അതായത് 1 ടേബിൾ സ്പൂൺ. ഓക്കെ, പറയൂ. 1/2 ടേബിൾ സ്പൂൺ പോരെ? മതി. 1.5 ടേബിൾ സ്പൂൺ. എരിവ് കുരുമുളക് ആയിക്കോട്ടെ. കുരുമുളക് മതി. ബിരിയാണിക്ക് പറ്റൂലേ? കുരുമുളക് നമുക്ക് എന്നാല് പ്രോൺ ഫ്രൈയിൽ കുരുമുളക് കളയാം. ഇത് നേരത്തെ പറഞ്ഞ മഞ്ഞപ്പൊടി, യെല്ലോ പൗഡർ വേണ്ട പകുതി. പുള്ളി പിന്നെ കോടീശ്വരനായതുകൊണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക, എന്നിട്ട് കുറച്ച് പുറത്ത് കളഞ്ഞു. അതെ, പുള്ളി കോടീശ്വരനായതുകൊണ്ട് കുറച്ചൊക്കെ പൊടി ഇപ്പോൾ പുറത്തുള്ള തിരിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക തരം തിരുമ്മലുണ്ട് ഇതിനകത്തുള്ള പ്രത്യേകം ചേർക്കുന്ന കൂട്ടാണ് ഈ ഞങ്ങളുടെ എല്ലാം കടലിൽ കാണുന്ന ഒരു സാധനം. ഇത് നമുക്കവിടെ പ്രത്യേക തരം കൂട്ട്. നമുക്കിത് പറയാറില്ല റെസിപ്പി. KFC-യിലെ മറ്റേ വയസ്സൻ അപ്പൂപ്പൻ പറയണ പോലെയാണ്. കുറച്ച് കൂടിയ നിങ്ങൾ കുനിച്ചു നിർത്തി ഇടിക്കുകയും ചെയ്യും. അതെ, മതി 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 മതി. ഞങ്ങളുടെ മനസ്സുകൾ 3 പേരുടെ മനസ്സ് ഒരുപോലെ പറഞ്ഞു മതിയെന്നു. ഇനി പ്രത്യേക തരം തിരുമ്പൽ അല്ല. നിങ്ങൾ മറ്റേ ഇഞ്ചി അച്ചെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ചേർത്താ? അത് ഇന്നലെ 2 ദിവസം മുന്നേ കൊടുത്തോണ്ട് അത് ഇപ്പോഴും ഇരിപ്പുണ്ടാവുള്ളൂ. ആയിക്കോട്ടെ. അതാ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് കൊല്ലാൻ പോകുന്ന കോഴിക്ക് തലേ ദിവസം കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെന്താ പറഞ്ഞു? വെളുത്തുള്ളി ഇഞ്ചിയല്ല ആദ്യം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. പിന്നെ സോറി, അതാ മോമക്ക് നോക്കുന്നു. മോമയുടെ കയ്യിൽ കിട്ടുന്ന എല്ലാം എടുത്ത് മോമക്ക് ഇടുന്നുണ്ട്. ഇത് പ്രത്യേക ഒരു പിടി. എന്താണ്? ഗരം മസാല അല്ല മോമക്ക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഇതിടുന്നില്ലേ? മല്ലിപ്പൊടി ഇടുന്നില്ലേ? അതാണല്ലോ കുറച്ച് വേണ്ടത്. ഇല്ല, മല്ലിപ്പൊടി ഇല്ല. അദ്ദേഹം മല്ലി സ്പെഷ്യലിസ്റ്റ് ആണ്. എന്ത് കറി എടുത്താലും എല്ലാത്തിലും 6 ടീസ്പൂൺ 6 ടേബിൾ സ്പൂൺ മല്ലിയൊക്കെ ഉണ്ടാവും. പക്ഷെ കുറ്റം പറയരുതല്ലോ, അതിമനോഹരമാണ് ചില സമയത്ത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക കൈപുണ്യകരമായ ഒരു കൂട്ട്. നമുക്ക് കുറച്ച് തൈരിട്ട് പൊരിക്കായിരുന്നില്ലേ? ചെറുനാരങ്ങ വേണ്ടേ? എന്നാലും മസാല പിടിക്കത്തില്ലല്ലോ. തൈര് ഭയങ്കര നല്ലതാണ്. അതെ, വെരി ഗുഡ്. ഇദ്ദേഹം ഒരു ഡയറ്റീഷ്യൻ ആയിരുന്നു കുറച്ചു കൊല്ലം മുന്നേ. ഒരു മുട്ടയും പൊട്ടിച്ചിട്ടേക്കും. ഒരു മുട്ട പൊട്ടിച്ചിട്ട് നല്ലതാണ്. ഒരു മുട്ട 3 മുട്ട ഇട്ടായിരുന്നു, ഒരു മുട്ട കാണുന്നില്ല. നീ ഇന്നലെ രാത്രി ഇന്നലെ ഒരു മുട്ട നീ പൊട്ടിച്ചു വെച്ചാ? എനിക്ക് മനസ്സിലായില്ല. 3 മുട്ടയിൽ ഇപ്പൊ ഒരു മുട്ടയുള്ളൂ. ഒരു മുട്ട കാണുന്നില്ല. ഒരു മുട്ട. കാരണം ഞങ്ങൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പോയപ്പോ കാണില്ല. പിന്നെ ഞങ്ങൾ മുട്ട എവിടെ? അപ്പൊ അതും തീർന്നാ? രാവിലെ ഇന്നലെ രാത്രി ഒരു മുട്ട ബാക്കി ഉണ്ടായിരുന്നു. ആ മുട്ട എവിടെ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ നീ 2 മുട്ട കഴിച്ചാ? ഞാൻ 2 എണ്ണം കഴിച്ചല്ലോ. മെടുക്ക. വെറുതെ അല്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു രാത്രി രുചിയോടെ ഉണ്ടായിരുന്നു. അത് കാണാണ്ടായപ്പോ അരമണിക്കൂർ ഇതിനകത്തേക്ക് ഇടുന്നതാണ്. എത്ര സ്പൂൺ തൈര് ഇടണം? 2. ഒരു സ്പൂൺ ഇച്ചിരി ഇട്ടുന്നോട്ടെ. തൈര് കൂടിയാൽ മതി 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 മതി. അപ്പൊ ഇതിനെ ഞാൻ ഒന്നും കൂടെ പുരട്ടുന്നു. അതെ, ചെറുനാരങ്ങില്ലെങ്കിലും ഒരിച്ചിരി വിനീഗർ ഒഴിച്ചാലും പോരെ നമുക്ക്? അതിപ്പോ വേണ്ട. ചെറുനാരങ്ങ താഴെ ഉണ്ട്. ആണോ? എന്നാ നീ ഒരു 3 ചെറുനാരങ്ങ എടുത്തോണ്ടരും. എന്നാ ഒരെടുത്തോണ്ടരും. ഓക്കെ, ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം. ചെറുനാരങ്ങ വേണ്ട, തൈര് ഒഴിച്ചാൽ തന്നെ ചെറുനാരങ്ങ.